ഹലോ, വെൽക്കം ടു ഷൈവിൻ സൊല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ ലാറ്റിസ് എനർജിയും ബോൺ ഹാബർ സൈക്കിളുമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ബോൺ ഹാബർ സൈക്കിൾ എന്നും എന്താണ് ലാറ്റിസ് എനർജി എന്നും അതിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് ആണ്. എത്ര തരം ബോണ്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റങ്ങൾ തമ്മിലുള്ള ഒരു ആകർഷണമല്ല, അട്രാക്ഷനാണ് നമ്മൾ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ആറ്റങ്ങൾ നമ്മൾ മോളിക്യൂൾസിലാണെങ്കിൽ ആറ്റങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആറ്റങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്നത്? ആറ്റങ്ങളെ പിടിച്ചു നിർത്തുന്ന ആ ഫോഴ്സിനാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആറ്റങ്ങളുടെ ഇടയിൽ മാത്രമല്ല ബോണ്ട് ഉള്ളത്, മോളിക്യൂൾസിൻ്റെ ഇടയിലും ബോണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോണ്ടിങ്ങിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ്റർ ആറ്റോമിക്കും ഇൻ്റർ മോളിക്കുലർ. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ്ങിനാണ് നമ്മൾ ഇൻ്റർ മോളിക്കുലർ എന്ന് പറയുന്നത്. ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ടിങ്ങിനാണ് നമ്മൾ ഇൻ്റർ ആറ്റമിക് എന്ന് പറയുന്നത്. നമുക്ക് ഇത് എത്ര തരമുണ്ട്? നമുക്കറിയാം 4 തരമുണ്ട്. ഏതെല്ലാണ്? അയണിക് ബോണ്ട് ഉണ്ട്, രണ്ടാമത്തത് കോവാലൻ്റ് ബോണ്ട് ഉണ്ട്, മൂന്നാമത്തത് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്, നാലാമത്തത് എന്താണ്? മെറ്റാലിക് ബോണ്ടിങ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലാണ് ഇൻ്റർ ആറ്റമിക് ബോണ്ടിങ് ഉള്ളത്. ഇൻ്റർ മോളിക്കുലർ ബോണ്ടിങ് ഏതെല്ലാം ഉള്ളത്? 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നെന്താണ്? വാണ്ടർവാൾസ് ഫോഴ്സും, ഒന്ന് വാണ്ടർവാൾസ് ഫോഴ്സും രണ്ടാമത്തെ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമാണ്. അപ്പം നമ്മൾ ആറ്റങ്ങളുടെ ഇടയിലുള്ള അതായത് മോളിക്യൂളിൻ്റെ ഉള്ളിലുള്ള ആറ്റങ്ങളെ പിടിച്ചു നിർത്തുന്ന 4 തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകളാണുള്ളത്. ഒന്ന് അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം അയണിക് ബോണ്ട് എന്ന്, കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സഹസംയോജക ബന്ധം എന്ന് പറയും. അങ്ങനെ 4 തരത്തിലുള്ള ബോണ്ടിങ് ആണ് ആറ്റങ്ങളുടെ ഇടയിലുള്ളത്. മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് ആണ് വാണ്ടർവാൾ ഫോഴ്സും ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ ആറ്റങ്ങളുടെ ഇടയിലുള്ള ഈ അയണിക് ബോണ്ടിനെ പറ്റി ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കോവാലന്റ് ബോണ്ടിനെ പറ്റിയൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇപ്പോൾ കോവാലന്റ് ബോണ്ടിനെ പറ്റിയുള്ള അതിൻ്റെ അകത്തുള്ള തിയറീസ് നമ്മൾ പറഞ്ഞതാണ്. വാലൻസ് ബോണ്ട് തിയറിയും മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും VSEPR തിയറിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അയണിക് ബോണ്ടിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളെ പറ്റി, കോർഡിനേറ്റ് ബോണ്ടിനെ പറ്റിയും മെറ്റാലിക് ബോണ്ടിനെ പറ്റിയും ഈ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സുകളെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം അയണിക് ബോണ്ടിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്താണ് അയണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ? അയണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെപ്പോഴും എക്സാമ്പിളായിട്ട് എടുക്കാറുള്ളത് സോഡിയം ക്ലോറൈഡാണ്. നമുക്ക് സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് തന്നെ തുടങ്ങാം. NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് സ്ട്രക്ചർ നമുക്കറിയാം. സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? Na പ്ലസും Cl മൈനസും ആയിട്ടാണ്. എന്തുകൊണ്ട് Na പ്ലസും Cl മൈനസ് ആയിട്ട് നിൽക്കുന്നു? അതായത് നമുക്കറിയാം സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1 ആണ്. ഓക്കെ, 11 ഇലക്ട്രോൺ ആണ് സോഡിയത്തിൻ്റെ പുറത്തുണ്ടാവുക. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. നമുക്കറിയാം ഒരു ആറ്റം എപ്പോഴും സ്റ്റേബിൾ ആവുമ്പോഴാണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. അതിൻ്റെ ചുറ്റിലും 8 ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ ആവുന്ന സമയത്താണ് സ്റ്റേബിൾ ആവുക. ഇവിടെ ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ ഈ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ സോഡിയം സ്റ്റേബിൾ ആവും. അതായത് സോഡിയത്തിന് Na എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനേക്കാളും സ്റ്റേബിളാണ് Na പ്ലസ് ആയിട്ട് നിൽക്കാൻ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യും? Na പ്ലസ് ആയിട്ട് നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുക. കാരണം അപ്പോഴാണ് ഇത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതുകൊണ്ട് സോഡിയത്തിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കും സോഡിയം പ്ലസ്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യും? സോഡിയം ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് സോഡിയം പ്ലസ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടപ്പെടുക. അതേസമയത്ത് ക്ലോറിൻ്റെ കേസിലോ, ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2 2s2 2p6 3s2 3p5 ആണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ
ഇവിടെ 7 ഇലക്ട്രോൺ ആണുള്ളത്. ക്ലോറിൻ്റെ കേസിൽ ക്ലോറിൻ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണ ഒരു ഇലക്ട്രോൺ അഡീഷണൽ ആയിട്ട് കിട്ടണം. സോഡിയത്തിന് ഒന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലോറിന് ഒന്ന് അഡീഷണൽ ആയിട്ട് കിട്ടുമ്പോഴാണ് ക്ലോറിന് സ്റ്റേബിൾ ആവുക. അപ്പോൾ ക്ലോറിൻ എപ്പോഴും എങ്ങനെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുക? ക്ലോറിനാണ് എങ്കിൽ ക്ലോറിൻ മൈനസ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടപ്പെടുക. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ക്ലോറിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ സോഡിയം എപ്പോഴും Na+ ആയിട്ടും ക്ലോറിൻ Cl- ആയിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുക. അങ്ങനെ ഈ രണ്ടാൾക്കാരും അടുത്ത് വരുമ്പോൾ എന്താണ്, രണ്ടുപേർക്കും എന്ത് ചെയ്യുക, സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു കഴിഞ്ഞാൽ സോഡിയത്തിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവും, ക്ലോറിന് ആ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറിനും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, സോഡിയത്തിൻ്റെ പുറമെ ഒരു പ്ലസ് ചാർജും ക്ലോറിൻ്റെ പുറമെ ഒരു മൈനസ് ചാർജും ഉണ്ടാവും. ഇവർ തമ്മിൽ പ്ലസ് മൈനസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അയണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, സോഡിയം Na+ ആയിട്ട് സ്റ്റേബിളാണ്, Cl- ആയിട്ടും സ്റ്റേബിളാണ്, പിന്നെ എന്തിനാണ് അത്, ഇത് ഓൾറെഡി സ്റ്റേബിൾ ആണല്ലോ, പിന്നെ എന്തിനാണ് അത് സോഡിയം ക്ലോറൈഡ് ആയിട്ട് നിൽക്കുന്നത്? സോഡിയം ക്ലോറൈഡ് ആയിട്ട് നിൽക്കുമ്പോൾ NaCl എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നത്? അപ്പോൾ അത് ഈ Na+ഉം സ്റ്റേബിളാണ്, Cl- സ്റ്റേബിൾ ആണെങ്കിൽ NaCl ഇതിന് രണ്ടിനേക്കാളും സ്റ്റേബിൾ ആയിരിക്കണമല്ലോ, അപ്പോഴാണല്ലോ ആ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ NaCl അതിനേക്കാളും സ്റ്റേബിളാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ആ സ്റ്റേബിൾ ആവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലാറ്റിസ് എനർജീനെ പറ്റി സംസാരിക്കാം. അപ്പം ലാറ്റിസ് എനർജി അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതാണ്. The lattice enthalpy of an ionic solid defined as the energy required to completely separate 1 mole of a solid ionic compound. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോളിഡ് അയണിക് കോമ്പൗണ്ട് into its gaseous constituent ions. അതായത് ഈ പോയിന്റുകളാണ് സോളിഡ് അയണിക് കോമ്പൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളിഡ് അയണിക് കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പം ഞാൻ നേരത്തെ സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് പറഞ്ഞു, Na+ Cl- ഞാൻ പറഞ്ഞു അല്ലേ. ഇതെന്തായിരിക്കണം, ഗ്യാഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കണം. ഇതെന്താണ്, രണ്ടും ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. ഇത് കൂടിച്ചേർന്നിട്ട് NaCl ഇതെന്താണ്, പ്രോഡക്റ്റ് സോളിഡ് ആയിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയം Na+ഉം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Cl- കൂടി ചേർന്നിട്ട് സോളിഡ് സ്റ്റേറ്റിലുള്ള NaCl പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രണ്ട് രീതിയിലും ഡെഫിനിഷൻ പറയാം. സോളിഡ് സ്റ്റേറ്റിലുള്ള NaCl വിഘടിച്ചിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Na+ഉം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ക്ലോറിനുമായിട്ട് Cl- ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിക്കാണ് എന്ത് പറയാം, ലാറ്റിസ് എനർജി എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ല എങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയവും Na+ഉം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Cl- കൂടി ചേർന്ന് സോളിഡ് സ്റ്റേറ്റിലുള്ള NaCl ഉണ്ടാകുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി എന്നും നമുക്ക് പറയാം. ഇത് രണ്ടും ഡെഫിനിഷനായിട്ട് പറയാം. അപ്പം 1 mole NaCl സോളിഡ് സ്റ്റേറ്റിലുള്ളത് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ്. അതെന്തായിരിക്കണം, ഫ്രം ഇറ്റ്സ് ഗ്യാഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഇതും നമുക്കറിയാം. ഗ്യാഷ്യസ് സ്റ്റേറ്റിലാകുമ്പോൾ സമയത്ത് എന്താണ്, അതിന് ഒരുപാട് ഫ്രീഡം ഉണ്ട്, മൂവ് ചെയ്യാൻ ഒരുപാട് ഫ്രീഡം ഉണ്ടാവും. ഓക്കെ, ഇത് പക്ഷേ എന്ത് ചെയ്യും, രണ്ടും കൂടി ചേർന്നിട്ട് സോളിഡ് ആകുമ്പോൾ അതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് പോവാണ്. അപ്പോൾ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സോളിഡ് ആകുമ്പോൾ അത് ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഇത് കൂടുതൽ സ്റ്റേബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി. അപ്പോൾ ഈ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ്സ് ഇല്ല. Na+ഉം Cl- റിയാക്ട് ചെയ്തിട്ട് 1 mole NaCl ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമുക്ക് ഇല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ബോൺ ഹാബർ സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബോൺ ഹാബർ സൈക്കിൾ എന്ന് നോക്കാം. ഇപ്പോൾ ബോൺ ഹാബർ സൈക്കിൾ പറയുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ. എന്താണ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ഓഫ് ഫോർമേഷൻ, ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ എവോൾഡ്
when 1 mole of a compound is formed from its constituent elements, each substance being in its normal physical state, gas, liquid or solid. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് അറിയണം. ലാറ്റിസ് എനർജിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇപ്പോൾ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഈ ഡെഫിനേഷൻ വായിച്ചാലും ഈ ലാറ്റിസ് എൻതാൽപ്പിയും ഹീറ്റ് ഓഫ് ഫോർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ NaClൻ്റെ കേസിൽ Na സോളിഡ് പ്ലസ് half Cl2 gives this is in gaseous state, NaCl solid. ഇതാണ് ഈ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുക, ΔHF. അതായത് ഇവിടെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നത് സോഡിയം നമുക്കറിയാം. സോഡിയം എന്താണ്? അതിൻ്റെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണ്? സോളിഡ് സ്റ്റേറ്റിലാണ് സോഡിയം ഉണ്ടാവുക. ക്ലോറിൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സോഡിയം ക്ലോറിനും കൂടി ചേർന്നിട്ട് സോഡിയം ക്ലോറൈഡ്, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയവും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ക്ലോറിനും കൂടി ചേർന്നിട്ട് സോളിഡ് സ്റ്റേറ്റിലുള്ള NaCl ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ നാച്ചുറലി എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്ന ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം. നേരത്തെ നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? Na പ്ലസ് ഗ്യാസ് പ്ലസ് Cl മൈനസ് ഗ്യാസ് ഗിവ്സ് NaCl സോളിഡ്. ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിച്ചത്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, Na പ്ലസ് എന്ന് ഇവിടെ ഇല്ല. സോഡിയം ഇൻ സോളിഡ് സ്റ്റേറ്റ്, ക്ലോറിൻ, അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹീറ്റ് ഓഫ് ഫോർമേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് നാച്ചുറലി എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് ആ രൂപത്തിൽ നിന്ന് എലമെന്റ്സ് ആണ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെന്റ്സ് എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മളിത് അയോൺസ് എന്നല്ല. ഓക്കെ, നാച്ചുറലി ഒക്കർ ചെയ്യുന്ന എലമെന്റൽ സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറണം. ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഗ്യാഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് നിന്ന് അത് സോളിഡായിട്ട് മാറുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ്. ഓക്കെ, അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് ഓഫ് ഫോർമേഷൻ പഠിച്ചു. ഇതേപോലെ നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം. നമുക്ക് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ബോൺ ഹാപ്പർ സൈക്കിളിലേക്ക് പോവാം. ഒന്നാമത് നമുക്ക് അറിയേണ്ടത് അയണൈസേഷൻ എനർജിയാണ്. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Na പ്ലസ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തുകൊണ്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Na പ്ലസ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് ഈ എനർജി റിലീസ് ചെയ്യാണോ അബ്സോർബ് ചെയ്യാണോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ്? എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത്. ലാറ്റിസ് എനർജി ആകുമ്പോൾ എന്താണ്? Na പ്ലസും Cl മൈനസും ആയിട്ട് കൂടിച്ചേർന്നിട്ട് NaCl ഉണ്ടാകുമ്പോൾ റിലീസ് ചെയ്ത എനർജിയാണ് ലാറ്റിസ് എനർജി. അത് നെഗറ്റീവാണ്. ഇതെന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലാറ്റിസ് എനർജി നമ്മളെന്താണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാൻ നെഗറ്റീവാണ്. പക്ഷേ അയണൈസേഷൻ എനർജി നമ്മൾ എന്താ ചെയ്യുക? അയണൈസേഷൻ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, റിലീസ് ചെയ്യുന്നത് നെഗറ്റീവും അങ്ങോട്ട് കൊടുക്കുന്നത് പോസിറ്റീവായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എൻ എലമെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങോട്ട് ഇലക്ട്രോൺ എനർജി കൊടുത്തിട്ടാണ് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജി പോസിറ്റീവ് ആയിരിക്കും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സബ്ലിമേഷൻ എനർജിയാണ്. അപ്പോൾ എന്താണ് സബ്ലിമേഷൻ എനർജി എന്ന് പറഞ്ഞാൽ? സബ്ലിമേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഡിയം സോളിഡ് സ്റ്റേറ്റിലാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയത്തിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കുള്ള സോഡിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് സബ്ലിമേഷൻ എനർജി എന്ന് പറഞ്ഞാൽ. സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയത്തിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ എനർജി എന്ന് പറയുന്നത്. അതും കൊടുക്കുകയാണ്. സബ്ലിമേഷൻ എനർജി എന്താണ്? പോസിറ്റീവാണ്. നമ്മൾ കൊടുക്കുന്നതാണ് പോസിറ്റീവാണ്. റെഡി? മൂന്നാമത്തത് എന്താണ്?
മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ലോറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ക്ലോറിൻ Cl മൈനസ് Cl ഗ്യാസ് പ്ലസ് ഇലക്ട്രോൺ ഗിവ്സ് Cl മൈനസ്. ഓക്കെ, ഇങ്ങനെ ഒരു എലമെൻറ്റ് ഇലക്ട്രോൺ വാങ്ങിയിട്ട് അതിൻ്റെ മൈനസ് ചാർജുള്ള ആനയോണായിട്ട് മാറുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്ന എനർജിയാണ്, അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മൈനസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോൺ ഹാബർ സൈക്കിള് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ബോൺ ഹാബർ സൈക്കിൾ വെച്ചിട്ട് എങ്ങനെയാണ് ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം NaCl എങ്ങനെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു Na സോളിഡ് പ്ലസ് Cl ഹാഫ് Cl2 ഗ്യാസ് gives NaCl സോളിഡ്. ഈ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൽറ്റ HF എന്ന് വിളിക്കുന്നത്, ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. റെഡി അല്ലേ? ഇനി അത് ലാറ്റിസ് എൻതാൽപ്പി ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് സോഡിയത്തിനെ ഇത് സോളിഡ് സ്റ്റേറ്റിലുള്ളത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള Na+ ആയിട്ട് മാറണം അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, Na ഗ്യാസ് ആക്കി മാറ്റണം. ഈ സമയത്ത് ഇതിനെന്താ വിളിക്കുക, ഈ പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക, നമ്മളെന്താ പറഞ്ഞിരുന്നത്, സോളിഡിനെ ഗ്യാസ് ആക്കുന്നതിന് നമ്മൾ സബ്ലിമേഷൻ എനർജി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സബ്ലിമേഷൻ എനർജി കൊടുക്കണം. സബ്ലിമേഷൻ എനർജി എന്താണ്, പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവാണ്. റെഡി. ഇനി ഈ Na ഗ്യാസിനെ എന്ത് ചെയ്യണം, Na+ ഗ്യാസ് ആക്കി മാറ്റണം. ഓക്കെ, ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തണം. ഇതെന്താണ്, അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി എന്താണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട എനർജിയാണ്, അതും പോസിറ്റീവാണ്. റെഡിയാണല്ലോ? ഇനി ക്ലോറിന് എന്താ ചെയ്യേണ്ടത്, ക്ലോറിനെ Cl2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആറ്റമിക് സ്റ്റേറ്റിലുള്ള ക്ലോറിനാക്കി മാറ്റണം. അപ്പോൾ Cl2നെ Cl ആക്കി മാറ്റണം. ഇതിനെന്താ വിളിക്കുക, നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്. ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്, അതും പോസിറ്റീവാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഹാഫ് Cl2 എന്ന് പറയുമ്പോൾ അതെന്താവും, Cl ആയിട്ട് മാറും. Cl ഗ്യാഷ്യസ് സ്റ്റേറ്റുള്ളതായിട്ട് മാറും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഒരു മോളിൻ്റെ ആണ് നമ്മൾ എല്ലാ കേസിലും, ഇപ്പം നമ്മൾ ഇവിടെ പറയുന്ന സബ്ലിമേഷൻ എനർജി ആയാലും അയണൈസേഷൻ എനർജി ആയാലും ഏത് എനർജി ആണെങ്കിലും 1 മോളിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ പറയുക. ഇവിടെ എന്താണ്, 1 മോൾ നമുക്ക് ആവശ്യമില്ല. കാരണം എന്താണ്, ഒരു മോൾ എന്ന് പറയുമ്പോൾ ഒരു Cl2ൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് Cl മതി. Clൻ്റെ താകുമ്പോൾ എന്താ വരിക, അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എനർജി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹാഫ് എടുത്താൽ മതി. ഓക്കെ, 2 ക്ലോറിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു ക്ലോറിൻ ആയതുകൊണ്ട് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി മതി. ഇനി Cl ഇനി എന്ത് ചെയ്യണം, Clനെ Cl മൈനസ് ആക്കി മാറ്റണം. ഇതിനെന്താ വിളിക്കുന്നത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ് പറയുന്നത്. ഇതെന്താണ്, നെഗറ്റീവാണ്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് Cl മൈനസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കിട്ടി. ഇനി സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതും Na+ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതും Cl മൈനസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതും കൂടി ചേർന്നിട്ട് NaCl ആവുന്ന ഗ്യാഷ്യസ് സ്റ്റേറ്റിലാവുന്ന ഈ പരിപാടിക്ക് എന്താണെന്ന് പറയുന്നത്, ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ലാറ്റിസ് എൻതാൽപ്പിയും എന്താണ്, നെഗറ്റീവാണ്, എനർജി റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബോൺ ഹാബർ സൈക്കിൾ എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി എങ്ങനെ ഈ ഐഡിയ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ചൊരു ലോ ഉണ്ട്, ഹെസ്സസ് ലോ ഉണ്ട്. ഹെസ്സസ് ലോ എന്താ പറയുന്നത്, ഒരു റിയാക്ഷൻ നടക്കുമുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് അത് ഒരു സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഹെസ്സസ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഫസ്റ്റിൽ ഒറ്റ സ്റ്റെപ്പിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ HF എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഹെസ്സസ് ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ HF വിൽ ബി ഈക്വൽ ടു എന്താണ്, നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് സോഡിയത്തിൻ്റെ എന്താണ്, സബ്ലിമേഷൻ എനർജി പ്ലസ് എന്താ വരിക, അയണൈസേഷൻ എനർജി പ്ലസ് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി
ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. പിന്നെ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി മൈനസ് ആണ്, മൈനസ് അയണൈസേഷൻ എനർജി മൈനസ് ലാറ്റിസ് എനർജി. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച് എഫ്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എന്താണ് നമുക്ക് ലാറ്റിസ് എനർജി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇതൊക്കെ നമുക്കറിയാം. എൻതാൽപ്പി ഓഫ് ഫോർമേഷനും സബ്ലിമേഷൻ എനർജിയും അയണൈസേഷൻ എനർജിയും ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഇത് എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് മൈനസ് ലാറ്റിസ് എനർജി. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, സബ്ലിമേഷൻ എനർജി, അയണൈസേഷൻ എനർജി, ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ലാറ്റിസ് എനർജി ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബോൺ ഹാബർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. റെഡിയല്ലേ? ഇത് സോഡിയം ക്ലോറൈഡിൻ്റെ ബോൺ ഹാബർ സൈക്കിളാണ്. ഇതേപോലെ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ Mg പ്ലസ് ഹാഫ് O2 ഗിവ്സ് MgO സോളിഡ് പ്ലസ് ഡെൽറ്റ HF. ഓക്കെ, ഇത് സോളിഡ് ആണ്, ഇത് ഗ്യാസ് ആണ്. ഇതാണ് വേണ്ടത്. റെഡി. ഇനി നമുക്കറിയാം മഗ്നീഷ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം Mg ഗ്യാസ് ആക്കി മാറ്റണം. Mg ഗ്യാസ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എനർജി എന്താണ്, സബ്ലിമേഷൻ എനർജിയാണ്. അതെന്താണ്, പോസിറ്റീവാണ്. റെഡി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ Mg2+ ആക്കി ഒറ്റയടിക്ക് മാറ്റാൻ പറ്റില്ല, Mg+ ആക്കണം. ഇത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്നാണ് പറയുക. ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്താണ്, ഇതെന്താ വരിക, ഇത് പോസിറ്റീവാണ്. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം, Mg2+ ആക്കി മാറ്റണം. ഓക്കെ, ഇതെന്താണ് വരിക, സെക്കൻഡ് അയണൈസേഷൻ എനർജിയാണ്, ഇതും പോസിറ്റീവാണ്. റെഡി. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓക്സിജനാക്കി മീൻസ് O2നെ ഓക്സിജനാക്കി മാറ്റണം. ഇതെന്താണ്, ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്. ഓക്കെ, ഇതെന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഓക്സിജൻ കിട്ടി. അതിനെന്ത് ചെയ്യണം, O- ആക്കി മാറ്റണം. ഇതിനെന്താ നമ്മൾ വിളിക്കുക, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താ വരിക, അത് നെഗറ്റീവാണ് വരിക. ഓക്കെ, ഓൾറെഡി മൈനസ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ വീണ്ടും മൈനസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, O2- ആക്കി മാറ്റണം. ഇവിടെയാണ് നേരത്തെ നിന്ന് വ്യത്യാസമുള്ളത്. ഇവിടെ എന്താണ്, സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും വരിക, ഇത് പോസിറ്റീവാണ് വരിക. നമ്മൾ അങ്ങോട്ട് എനർജി കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മുടെ കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവായിട്ടാണ് എഴുതിയത്. ഇത് ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇവിടെ നെഗറ്റീവാണ്, പക്ഷേ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവായിരിക്കും. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിൽ കിട്ടും. അപ്പോൾ Mg2+ ഗ്യാസ് സ്റ്റേറ്റിൽ, O2- ഗ്യാസ് സ്റ്റേറ്റിലായി. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ടുള്ളത് ഈ ലാറ്റിസ് എൻതാൽപ്പി ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഡെൽറ്റ SS ലോ ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ ഇങ്ങനെയാണ് MgOയുടെ കേസിൽ നമ്മൾ ബോൺ ഹാബർ സൈക്കിൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഈ ബോൺ ഹാബർ സൈക്കിളിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കാനുള്ളത്. അതായത് ലാറ്റിസ് എനർജിയുടെ ഓർഡർ എഴുതുക എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരും. കുറച്ച് മോളിക്യൂൾസ് തന്നിട്ട് ലാറ്റിസ് എനർജിയുടെ ഓർഡർ എഴുതാനാണ് നമ്മളോട് ചോദ്യം വരിക. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഏതെല്ലാം ഫാക്ടേഴ്സാണ് ലാറ്റിസ് എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കിയതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാറ്റിസ് എനർജിനെ പറ്റി എഴുതിയത്. സോഡിയം ക്ലോറൈഡ് Na+ഉം Cl- റിയാക്ട് ചെയ്തിട്ട് NaCl സോളിഡായിട്ട് മാറി. ആ സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സോഡിയം ക്ലോറൈഡ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തല്ല. അപ്പോൾ സോഡിയം ക്ലോറൈഡ് നമുക്കറിയാം Na+ഉം Cl- ആണ്. ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ് വരിക, F= K × Q1 × Q2 / R² എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇതാണ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് അയോൺസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതെന്താണ്, Q1 എന്ന് പറഞ്ഞാൽ, K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, F എന്ന് പറയുന്നത്. K കോൺസ്റ്റൻ്റ് ആണ്. Q1 എന്ന് പറഞ്ഞാൽ ആനയോണിൻ്റെ ചാർജാണ്. Q2 എന്ന് പറഞ്ഞാൽ കാറ്റയോണിൻ്റെ ചാർജാണ്. ഒന്ന് കാറ്റയോണും ഇത് ആനയോണും. ഇത് കാറ്റയോണിൻ്റെ ചാർജ്, ആനയോണിൻ്റെ ചാർജ്. ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, നമ്മളോട് ചോദിക്കുക
ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. കൂടുതൽ അട്രാക്ഷൻ ഉണ്ട് എങ്കിൽ എന്താണ്, കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും, നമുക്കറിയാം. അപ്പോൾ നമ്മളോട് ഞാനിപ്പം എന്താ പറയുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക, കുറേ മോളിക്യൂൾ തന്നിട്ട് ലാറ്റിസ് എൻതാൽപ്പിയുടെ ഓർഡർ എഴുതാൻ പറയുമ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചാർജ് കൂടുകയാണെങ്കിൽ Q1ഉം Q2ഉം കൂടുകയാണെങ്കിൽ, ചാർജ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആവും, അപ്പം ലാറ്റിസ് എനർജി കൂടുതലായിരിക്കും. ഇനി R എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കൂടുമ്പം ഇത് ഡിനോമിനേറ്റർ ആയിട്ടാണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക, എനർജി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയാണ് ചെയ്യുക. അപ്പം ഒരു അയോണിൻ്റെ സൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഒരു ആറ്റത്തിൻ്റെ അയോണിൻ്റെ സൈസ് കൂടുമ്പം R കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലാറ്റിസ് എനർജി കൂടുന്ന പറഞ്ഞാൽ ചാർജ് കൂടുമ്പോൾ ലാറ്റിസ് എനർജി കൂടും, ചാർജ് കുറയുമ്പോൾ ലാറ്റിസ് എനർജി കുറയും. ഇനി സൈസ് കൂടുമ്പോൾ എന്താ പറയുക, സൈസ് കൂടുമ്പോൾ ലാറ്റിസ് എനർജി കുറയാണ് ചെയ്യുക. അപ്പം ഡയറക്ട്ലി നമുക്ക് ഇങ്ങനെ എഴുതാം, ലാറ്റിസ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആൻഡ് ലാറ്റിസ് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. ഇത്രയേ ഉള്ളൂ പോയിന്റ് ഓർത്തിരിക്കാനുള്ളത്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി, വളരെ എളുപ്പമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഈ ചില സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതൊന്നും ഉത്തരം കിട്ടില്ല. നമുക്ക് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ചാർജിനാണോ സൈസിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗീവ് മോർ പ്രിഫറൻസ് ടു ചാർജ്. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ചാർജിന് പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് നോക്കാം. അപ്പം NaCl, NaF, NaBr, ഇത് ലാറ്റിസ് എനർജിയുടെ ഓർഡർ എഴുതാൻ ഈ ചോദ്യം വന്നതെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ കാറ്റയോൺസ് ഒക്കെ സെയിം ആണ്, എല്ലാത്തിനെയും ചാർജ് +1 ആണ്, +1 ഇതൊക്കെ -1 ആണ് അല്ലേ. ഇപ്പോൾ ചാർജ് തമ്മിൽ വ്യത്യാസമില്ല. എന്താണ് വ്യത്യാസമുള്ളത്, സൈസാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം കാറ്റയോൺസ് ഒക്കെ സോഡിയാണ്. ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ ആണ്. നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നാണ് ഓർഡർ വരേണ്ടത്. താഴോട്ട് വരുമ്പോൾ എന്താണ്, സൈസ് കൂടും. അപ്പോൾ ഏറ്റവും കുറവ് സൈസ് ഇതാണ്. സൈസ് കുറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് കൂടുന്ന പറഞ്ഞത് അല്ലേ, ലാറ്റിസ് എനർജി കൂടുന്ന പറഞ്ഞത്. അപ്പം ഏറ്റവും കൂടുതൽ ലാറ്റിസ് എനർജി ഇതിനായിരിക്കും, പിന്നെ ഇതിനായിരിക്കും, പിന്നെ ഇതിനായിരിക്കും. ഇതാണ് ഓർഡർ വരിക. അപ്പം ഇങ്ങനെയാണ് ഓർഡർ വരിക, NaF, പിന്നെ NaCl, പിന്നെ NaBr, ഇങ്ങനെ വരും. ഇതാണ് ലാറ്റിസ് എനർജിയുടെ ഓർഡർ വരിക. അടുത്ത ചോദ്യം ഇതാണ്, NaF, MgCl2, Al2O3. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇവിടെ എന്താണ്, +1ഉം -1 ആണ്, ഇവിടെ +2 ആണ്, -1 ആണ്. ഓക്കെ, ഇവിടെ +3 ആണ്. അപ്പോൾ ചാർജ് കൂടുതലുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് എന്നാണ്. അപ്പോൾ ചാർജ് കൂടുതലുള്ളത് ലാറ്റിസ് എനർജി കൂടുതലായിരിക്കും. 1, 2, 3 ഇങ്ങനെ വരും ഓർഡർ. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒന്നാമത്തത് NaO, MgO, Al2O3 ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ NaCl, KCl, RbCl, CsCl ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ചാർജ് ആണ് മാറിയിരിക്കുന്നത്, ഇവിടെ സൈസ് മാറിയിട്ടുണ്ട്, ഇവിടെ എന്താണ്, ചാർജ് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ ചാർജും സൈസ് മാറുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്നുകൂടി എടുത്തിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് നോക്കാം. ഈ പ്രോബ്ലത്തിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പ്ലസ് ആണ്, ഇത് +2 ആണ്, ഇത് +3 ആണ് അല്ലേ. ഇവിടെ ചാർജ് കൂടുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെ സൈസും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ ആണ്. ആനിയോൺസിൻ്റെയും സൈസ് മാറുന്നുണ്ട്, കാറ്റയോൺസിൻ്റെയും സൈസ് മാറുന്നുണ്ട്. അപ്പോൾ ചാർജ് മാറുന്നുണ്ട്, സൈസ് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ചാർജിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സൈസും ചാർജും മാറുന്നുണ്ടെങ്കിൽ, നേരത്തെ ഒക്കെ നമ്മൾ പ്രോബ്ലം കണ്ടപ്പോൾ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ, എല്ലാത്തിനെയും ചാർജ് സെയിം ആയിരിക്കും, സൈസ് മാത്രം മാറുന്നു. അല്ലെങ്കിൽ പിന്നെ സൈസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചാർജ് മാറുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലം. ഇതിലൊക്കെ എന്താണ്, ചാർജ് മാറുന്നുണ്ട്, സൈസ് മാറുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്, ചാർജിന് പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ ചാർജ് കൂടുതലുള്ളത് കൂടുതൽ ലാറ്റിസ് എനർജി കാണിക്കും. 1, 2,
3 ഇതായിരിക്കും ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ലാറ്റിസ് എനർജിയും ബോൺ ഹാബർ സൈക്കിളും. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ മറ്റു രീതിയിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.